പെൺപുലികളും കരിമ്പുലികളും കുട്ടിപ്പുലികളും ഒക്കെ തൃശൂർ നഗരത്തെ കീഴടക്കുകയാണ്. സ്വരാജ് റൗണ്ടിലേക്ക് ഈ പുലിമടകൾ വിട്ട് പുലികൾ എത്തുന്നു. മണിക്കൂറുകൾ നീണ്ട ചായയും തേക്കലിനും കാത്തിരിപ്പിനും ദിവസങ്ങൾ നീണ്ട ഒരുക്കങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ പുലികൾ തൃശൂർ നഗരത്തെ കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ പുലികൾ ഇങ്ങനെ കടും നിറങ്ങളിൽ ആറാടി നഗരവീഥിയിലൂടെ എത്തുന്നതോടുകൂടി ഏകദേശം തൃശൂർ പൂരത്തിന് സമാനമായ കാഴ്ചകളിലേക്ക് തൃശൂർ ഒരിക്കൽ കൂടി എത്തുകയാണ്. അതിമനോഹരമായ കാഴ്ചകൾ, വിവിധ നിറങ്ങളിലുള്ള കടും നിറങ്ങളിലുള്ള പുലികൾ അവിടെ തീർക്കുകയാണ്. ഈ പുലികളിക്ക് അകമ്പടിയായി ഓരോ സംഘത്തിനും അകമ്പടിയായി അവർ ഒരുക്കുന്ന ചില നിശ്ചല ദൃശ്യങ്ങളുണ്ട്. അതിൻ്റെ കൂടി ഭംഗി വരുന്നതോടുകൂടി അതിമനോഹരമായ കാഴ്ചകളിലേക്ക് ഓരോ സംഘത്തിൻ്റെയും ഈ പുലികളി മാറുന്ന അതിമനോഹരമായ കാഴ്ചകൾ കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വർണ്ണങ്ങളാണ്, വർണ്ണങ്ങളുടെ ആഘോഷമാണ്, ചമയങ്ങളുടെ ആഘോഷമാണ്, അങ്ങനെ കൂടി വിശേഷിപ്പിക്കണം പുലിക്കളിയെ. അതിനോടൊപ്പം തന്നെ ഈ വാദ്യമേളങ്ങൾ കൂടി ചേരുന്നതോടുകൂടി അതിമനോഹരമായ കാഴ്ചകൾക്ക്, അതിമനോഹരമായ നിറങ്ങൾക്ക്, വർണ്ണങ്ങൾക്ക് തൃശ്ശൂർ സാക്ഷിയാകുകയാണ്. എത്ര വലിയ ജനക്കൂട്ടമാണ് അവിടെ ഉള്ളത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രകടമാണ്. അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് സമാനമായ ആവേശം, പുലിക്കളിയുടെ ആവേശം വീണ്ടും ദൃശ്യങ്ങളിലേക്ക്. ദേശത്തിൻ്റെതാണ് നിശ്ചല ദൃശ്യം. ആ നിശ്ചല ദൃശ്യത്തിൻ്റെ അകമ്പടിയോട് കൂടിയാണ് ഈ പുലികൾ തെരുവ് വീഥിയിലേക്ക് ഇറങ്ങുന്നത്. അവിടെ ചില വർണ്ണങ്ങൾ കാണാം, ചില ചായങ്ങൾ കാണാം, ചില ആ നിലയിലാണ് അതിമനോഹരമായ കാഴ്ച. നിശ്ചല ദൃശ്യവും വളരെയധികം ഭംഗിയുള്ളതാണ്. പുരാണങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് പല നിശ്ചല ദൃശ്യങ്ങളും തയ്യാറാക്കുക ഈ ദേശങ്ങൾ. അതിന് പിന്നാലെ തന്നെ അതിനോടൊപ്പം തന്നെ അതൊരു പെൺപുലിയാണ്, സീതാറാമിൽ ദേശത്തിലുള്ള പെൺപുലിയാണ്. തുടർച്ചയായി രണ്ടാം തവണയാണ് ആ പെൺപുലി ഈ പുലികളിക്ക് എത്തുക കൂടി ചെയ്യുന്നത്. അങ്ങനെ 3 ദേശങ്ങളിലാണ് സ്ത്രീകളുടെ സാന്നിധ്യമുള്ളത്. സീതാറാമിൽ ദേശത്തിൽ അതുണ്ട്, അതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ 2 സ്ത്രീകളാണ്. സീതാറാമിൽ ദേശത്തിൽ 2 പെൺപുലികളാണ് ഉള്ളത്. അവർ ആ നിശ്ചല ദൃശ്യത്തിനോടൊപ്പം തന്നെ ഇടം പിടിച്ചിരിക്കുന്നു. അങ്ങനെ അവരും ആ തെരുവ് വീഥിയെ കീഴടക്കാനായി ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പാണ്. രാവിലെ 6 മണി മുതലാണ് ഈ ചായം ചമയ്ക്കൽ പുലിമടകളിൽ തുടങ്ങുന്നത്. അതിനുശേഷം ഇത്രയധികം സമയം അവർ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി. ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിൽ പോലും ഒരു പുലിയുടേതിന് സമാനമായ ഒരുക്കങ്ങളും ചായങ്ങളും വർണ്ണങ്ങളും വിതറി. അങ്ങനെ അത് കാൽപാദത്തിൽ പോലും, ചെരുപ്പിൽ പോലും അടിമുടി ഒരേ തരത്തിൽ ഒരു പുലിയുടേതിന് സമാനമായ നിറം തൂകി വർണ്ണത്തിൽ അവർ അങ്ങനെ ഇറങ്ങുകയാണ്. സാധാരണ ഇത്രയധികം വയറുള്ള ആളുകളെയൊക്കെ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ആ വയറുള്ള ആളുകളെ, അതായത് ചില ആളുകൾക്ക് വ്യക്തിപരമായി തന്നെ അതിനോട് താല്പര്യമില്ലാത്ത അവസ്ഥയുണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ഡിമാൻഡുള്ള സമയമാണ്. അവർ അതിനുവേണ്ടി അവരുടെ ശരീരത്തെ മാറ്റുന്ന സമയമാണ് ഈ പുലികളിയുടേത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നാളുകൾ നീണ്ട കാത്തിരിപ്പാണ് ഈ ശരീര ഭംഗിയിലേക്ക് എത്തുന്നതിന് വേണ്ടി. അങ്ങനെ ആ ആകാര ഭംഗിയിലേക്ക് അവർ എത്തുക കൂടി ചെയ്യുന്നുണ്ട്. അതിനും ദിവസങ്ങളുടെ, നാടുകളുടെ കാത്തിരിപ്പും തയ്യാറെടുപ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ ഏറ്റവും വലിയ വയറുള്ള, ഏറ്റവും ഭംഗിയിൽ ഇങ്ങനെ കുലുക്കി ഏറ്റവും മനോഹരമായ ആളുകളെ അതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന പുലികളെയാണ് ഏറ്റവും മികച്ച സംഘങ്ങളായി തിരഞ്ഞെടുക്കുക. അതിനുള്ള വിധികർത്താക്കൾ പലയിടങ്ങളിലായി ഉണ്ട്. അവർ ഇതിന് മാർക്കിടുന്നുണ്ട്, ഇതിന് വിധി എഴുതുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കിത് ആഘോഷത്തിൻ്റെ, നിറങ്ങളുടെ, ശബ്ദവാദ്യങ്ങളുടെ ഒക്കെ കാഴ്ചകളാണെങ്കിൽ ഈ 7 ദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മത്സരത്തിൻ്റെ കൂടി നിമിഷങ്ങളാണ്. അവർ അതിനുള്ള ഒരുക്കങ്ങളിൽ കൂടിയാണ്, അതിനുള്ള കാഴ്ചകളിൽ കൂടി, അതിനുള്ള ശ്രമങ്ങളിൽ കൂടിയാണ്. അങ്ങനെ ആ പുലികൾ തൃശ്ശൂർ നഗരത്തെ കീഴടക്കുന്ന കാഴ്ചയ്ക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.
ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പുലികളി കാണാനായി തൃശ്ശൂരിലേക്ക് എത്തുകയും കൂടി ചെയ്യുന്നുണ്ട്. അവരുടെ വലിയ ജനക്കൂട്ടം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണുകയും ചെയ്യാം. മനു, വലിയ ആവേശത്തിൽ തൃശ്ശൂർ നഗരം ഇപ്പോൾ പുലികൾ പൂർണ്ണമായും നഗരത്തെ കീഴടക്കുന്നു. അതിമനോഹരമായ കാഴ്ചകളാണ്. പല സർപ്രൈസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ്. വിവിധ വർണ്ണങ്ങൾ, നിറങ്ങൾ, ശബ്ദമേളങ്ങൾ. തീർച്ചയായും അസിത, അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും ആവേശകരമായി വിവിധ ദേശങ്ങളുടെ പോലീസ് സംഘങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിലൂടെ ഇങ്ങനെ ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഓരോ ദേശക്കാരും ഏറ്റവും ആവേശത്തോടെ ഈ പുലികളിയെ സ്വീകരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇത് ഭയങ്കരമാണ്. കാരണം വെച്ചാൽ എല്ലാ നാടുകളിൽ നിന്ന് ഈ പുലിസ് സംഘങ്ങൾ വരുന്നതിനോടൊപ്പം തന്നെ ആ ദേശങ്ങളിലെ ആളുകൾ ആ സംഘത്തിനെ അനുഗമിച്ച്, പുലികളിക്കാരെ അനുഗമിച്ച് ഇങ്ങനെ റോഡിന് ഇരുവശത്തോടെയും ഇങ്ങനെ വരുന്നതാണ്. അതിങ്ങനെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഞാൻ ഈ സീതാറാം മിൽസിന്റെ പോലീസ് സംഘങ്ങളുടെ ചെയ്തു കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അവരുടെ ഈ കളി തടസ്സപ്പെടുത്താതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാറി നിന്നാണ് പറ്റുന്നില്ല. കാരണം അത്ര ഒരു ജനത്തിരക്കാണ്. പക്ഷേ അതിന് കൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. ഏതായാലും ഏറ്റവും ആവേശത്തോടെ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ഒരു പുലികളി കൂടി ഇങ്ങനെ മനോഹരമായി കടന്നു പോകുന്നതിന് വലിയ സന്തോഷം തൃശ്ശൂരിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ പലയിടങ്ങളിൽ നിന്നുള്ള ക്യാമറ ഔട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പലയിടങ്ങളിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നതാണ്. അത് ഏകദേശം 6ഓളം ക്യാമറകൾ നഗരത്തിന്റെ 6 പ്രദേശങ്ങളിലായി നിന്നുകൊണ്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ നൽകുന്നത്. അതിൽ ചിലയിടങ്ങളിൽ ആളുകളുടെ വലിയ ദൃശ്യം ഒപ്പം തന്നെ പുലികളി കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഏകദേശം നടുവിലാലിലേക്ക് എത്തുകയാണ് സീതാറാമിന്റെ പുലികളി എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാളികേരം ഉടയ്ക്കുന്ന ചടങ്ങുള്ളത്. അതിനുശേഷമാണ് അവർ റൗണ്ട് ചുറ്റി മുന്നോട്ട് പോകുന്നത്. മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നുള്ള പുലികളിക്കാരും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതാണ് അതിന്റെ ക്രമം എന്ന് പറയുന്നത്. അതങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു പൂരം കഴിഞ്ഞാൽ തൃശ്ശൂർ കാണുന്ന ഏറ്റവും വലിയൊരു ആഘോഷം തന്നെയാണിത്. നമുക്ക് അതിനോടൊപ്പം തന്നെയാണ് നിശ്ചല ദൃശ്യവും. ഇപ്പോൾ നമ്മൾ കാണുന്ന ആനയുടെ അടുത്തിരിക്കുന്ന 3 പേർ, ആ ദൃശ്യം കേരളം ഒന്നാകെ ചർച്ച ചെയ്തതാണ്. ഒരു രാത്രി പേടിച്ച് വിരണ്ട പക്ഷേ ഓടിയെത്തിയത് ആനയുടെ മുന്നിലാണ്. ആനയോട് ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു അമ്മയും ഒപ്പം ഉണ്ടായിരുന്ന 2 കുഞ്ഞുങ്ങളും അവരെ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആ നിശ്ചല ദൃശ്യം കാണുകയും ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രവും സംസ്കാരവും വിശ്വാസങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമാകുക കൂടി ചെയ്യുകയാണ്.